മനോഹരമായ നമ്മളൊക്കെയും നെഞ്ചേറ്റിയ ഒരു പ്രൊജക്റ്റാണ് ഡിവിഷൻ പ്രോഗ്രാം. അതിൻ്റെ 233 ദിവസമായ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് എല്ലാവർക്കും സുപരിചിതനായ PT മുഹമ്മദ് സാറാണ്. വിദ്യാഭ്യാസത്തെയും സമൂഹ വികസനത്തെയും ജീവിത ദൗത്യമായി കണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. സുക്കൂൻ എഡ്യു ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ സ്ഥാപകനും CEO-യുമായ അദ്ദേഹം വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തിൽ മാറ്റം സൃഷ്ടിക്കാൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. ബ്രാൻഡിങ്ങിലും വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിലും തന്റെ സൃഷ്ടിപരമായ കഴിവുകൾ തെളിയിച്ച അദ്ദേഹം PT സ്റ്റോറീസ് എന്ന ജനപ്രിയ വീഡിയോ പരമ്പരയിലൂടെ നിരവധി ഹൃദയങ്ങളെയും സ്വാധീനിച്ചിട്ടുണ്ട്. കൂടാതെ ഹരിയാനയിലെ അന്ധകായിൽ സ്ഥിതി ചെയ്യുന്ന സുക്കൂൻ എഡ്യു വില്ലേജ് വഴി പഠനത്തിന്റെയും ഹാർമണിയുടെയും പുതിയ ലോകം കുട്ടികൾക്ക് സമ്മാനിക്കുകയാണ്. ലെറ്റസ് ഗോ എന്ന അതീവ പ്രചോദനപരമായ വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം സംസാരിക്കാനെത്തിയിരിക്കുകയാണ്. ഡിവിഷന്റെ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ ആദരവോടെ PT മുഹമ്മദ് സാറെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ പ്രോഗ്രാം ഡയറക്ടർ നൂസിയ മാഡം, ടീം ഇൻചാർജിലുള്ള സിനത്ത് മാഡം, ടീം മെമ്പേഴ്സ്, ഏറ്റവും പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസ് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് PT മുഹമ്മദ് സാറെ സെഷന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. സർ. ഗുഡ് മോർണിംഗ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷം ആദ്യമായി ഞാൻ അറിയിക്കുകയാണ്. പ്രഭാതങ്ങളിൽ ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടെ നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക എന്നത് വളരെ പ്രധാനമാണല്ലോ. അപ്പോൾ അങ്ങനൊരു തുടക്കം ഇന്ന് എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. ഞാൻ ചെറിയ യാത്രകളൊക്കെ ചെയ്ത് അതിൻ്റെ പിൻബലത്തിലാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. 2021 മുതൽ ഇന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുകയും ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും കവർ ചെയ്ത് ഉത്തരേന്ത്യയും നോർത്ത് ഈസ്റ്റും അതുപോലെ വടക്ക് കിഴക്ക് വെസ്റ്റ് ബംഗാൾ, ആസാം, മണിപ്പൂർ, മേഘാലയ അങ്ങനെ തുടങ്ങി ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുകയും അവിടുത്തെ ചില കഥകൾ നിങ്ങളോട് പറയുകയൊക്കെ ചെയ്തതിൻ്റെ പിൻബലമാണ് ഇന്നിവിടെ നിൽക്കാനുള്ള കാരണം. യാത്രകൾ എന്ന് പറയുന്നത് മനുഷ്യനെ എന്നും പ്രചോദിപ്പിക്കുന്ന ഒരു ഹരമായി കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായ ഒരു വാചകം ഇന്നി റഅയ്തു വുഖൂഫൽ മാഇ യുഫ്സിദുഹു ഇൻ സാഹ താബ വ ഇല്ലം യജ്രി ലം യത്ബി എന്നാണ്. അദ്ദേഹം പറയുന്നത് യാത്ര ചെയ്യുന്ന മനുഷ്യർ ഒഴുകുന്ന വെള്ളം പോലെയാണ്, അല്ലാത്തവർ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയുമാണ് എന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത്. അത് പറയാനുള്ള കാരണം യാത്ര ചെയ്യുന്ന മനുഷ്യർ എപ്പോഴും പുതിയ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അവർ പുതിയ അനുഭവങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഒഴുകുന്ന വെള്ളം അത് അശുദ്ധമാകാൻ സാധ്യതയില്ല. അതിൽ ചെളി ചേരുകയാണെങ്കിൽ പോലും അതിൻ്റെ ഒഴുക്കിനിടയിൽ അത് ശുദ്ധീകരിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ കെട്ടിക്കിടക്കുന്ന വെള്ളം അതുപോലെയല്ല. അത് ഈ പറഞ്ഞതിനർത്ഥം ഇത് വലിയ യാത്രകൾ ചെയ്യുക എന്നൊന്നുമല്ല. ഞാനും അങ്ങനെ വലിയ യാത്രകൾ ചെയ്ത ഒരാളുമല്ല. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന പലരെയും പോലെ വലിയ യാത്രകൾ ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല എന്നതാണ് സത്യം. ഞാൻ ചെയ്ത യാത്രകൾ കഥകളായി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. ഞാൻ ഒരുപാട് രാജ്യങ്ങളൊന്നും പോയിട്ടില്ല. ഞാൻ പിന്നെ വിവിധ രാജ്യങ്ങളിലൂടെ ഒന്നും പലപ്പോഴും സഞ്ചരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ സഞ്ചരിച്ചത് ഞാൻ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലൂടെയാണ്, വിവിധ വ്യത്യസ്തമായ കാഴ്ചകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇന്ത്യയിൽ വിവിധ ഗ്രാമങ്ങളിൽ വിവിധ സംസ്കാരങ്ങളിലുള്ള മനുഷ്യർ വളരെ സന്തോഷപൂർവ്വം ജീവിക്കുന്ന കാഴ്ചകൾ ഞാൻ നേരിൽ കാണുകയും അത് നിങ്ങൾക്ക് മുന്നിൽ പകർത്തി കൊണ്ടുവരികയും ചെയ്തു എന്നതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു കഥ
രാജസ്ഥാനിലെ ചിപ്പാല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൻ്റെതാണ്. ലോകത്ത് പുരാതന കാലം മുതൽ, അതായത് ഈജിപ്തിലെ ഫറോമാരുടെ കാലം മുതൽ ജലസേചന സംവിധാനങ്ങൾ വിവിധ തരങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം. അങ്ങനെ അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു സംവിധാനമാണ് പേർഷ്യൻ വീൽ. അതായത് ഒരു കാളയെ ഒരു ചക്രത്തിന് ചുറ്റും ഇങ്ങനെ കറക്കുന്നതിനനുസരിച്ച് കുളങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അരുവികളിൽ നിന്നോ വെള്ളം സംഭരിച്ച് അത് മുകളിലേക്ക് എത്തിച്ച് അത് പിന്നീട് കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ് പേർഷ്യൻ വീൽ. അത് നമ്മുടെ രാജ്യത്ത് ഇന്നും ഉണ്ട് എന്ന് എന്ന ഒരു വസ്തുതയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ രാജ്യത്തിന്റെ ഒരു വൈവിധ്യം എന്ന് പറയുന്നത് അതാണ്. ഇന്ത്യയിൽ എന്തുമാത്രം ഞാൻ ഒരു കഥയിൽ പറഞ്ഞത്, ഇന്ത്യയിൽ എന്തുമാത്രം വൈവിധ്യങ്ങളുണ്ടോ അതെല്ലാം രാജസ്ഥാനിലുണ്ട് എന്നാണ്. നമ്മുടെ രാജ്യം അത്രമേൽ വൈവിധ്യപൂർണമായ ഒരു രാജ്യമാണ്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. കാശ്മീരിലെ ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് ദൽ തടാകത്തിലെ പച്ചക്കറി മാർക്കറ്റാണ്. ഈ പച്ചക്കറി മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് തടാകത്തിനകത്താണ്. തടാകത്തിന്റെ നടുവിൽ ചെറിയ തോണികളിൽ അതിരാവിലെ സുബഹ് നമസ്കാരം കഴിഞ്ഞ് ആളുകൾ അവരുടെ വീട്ടിൽ ഉണ്ടാക്കിയ പച്ചക്കറികൾ, ക്യാരറ്റ്, അതുപോലെ കക്കിരി, സൽഗം ഒക്കെ ആയി ഈ തടാകത്തിന്റെ നടുവിലേക്ക് എത്തിച്ചേരുന്നു. ഈ തടാകത്തിന്റെ വിവിധ തുരുത്തുകളിൽ ജീവിക്കുന്നവർ തന്നെ ഇത് വാങ്ങാനെത്തുന്നു. അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മറ്റു സാമഗ്രികൾ, മറ്റു സാധനങ്ങളുമായി ഇത് കൈമാറ്റം ചെയ്തുകൊണ്ടാണ് ഈ പച്ചക്കറി മാർക്കറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എത്ര മനോഹരമായ കാഴ്ചയാണ് എന്ന് ഞാൻ പലപ്പോഴും വിവിധ സീസണുകളിൽ അത് അവിടെ എത്തുകയും കാണുകയും ചെയ്തിട്ടുണ്ട്. നല്ല ചൂടുകാലത്ത് പോയിട്ടുണ്ട്, അതുപോലെ ഒരു നല്ല മഞ്ഞുകാലത്ത് പോയിട്ടുണ്ട്, മറ്റൊരു പച്ചപ്പ് നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ പോയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലെല്ലാം വിവിധ സീസണൽ വെജിറ്റബിളുകൾ അവരുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് ഈ തടാകത്തിന് നടുവിൽ ഒരു തോണിയിൽ നിന്നും മറ്റൊരു തോണിയിലേക്ക് വിൽക്കുന്ന കാഴ്ചയാണ് എൻ്റെ അഭിപ്രായത്തിൽ കാശ്മീരിലെ ഏറ്റവും മനോഹരമായ കാഴ്ച. നമ്മുടെ രാജ്യത്തിന്റെ ഒരു കിരീടം എന്ന പോലെ കാശ്മീരിലെ ഇത്ര മനോഹരമായ കാഴ്ചയിലേക്ക് ഒരിക്കലെങ്കിലും നിങ്ങൾ എത്തിച്ചേരണമെന്ന് എൻ്റെ ഒരു സ്നേഹപൂർവമായ അഭ്യർത്ഥന ഞാൻ അറിയിക്കുകയാണ്. പലരും സഞ്ചരിച്ചിട്ടുണ്ടാകണം, എന്നാൽ കൂടി ഞാൻ അങ്ങനെ പറയുന്നു എന്ന് മാത്രം. കാശ്മീരിൽ ലഡാക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തരം ആട് വർഗമുണ്ട്. ആ ആടിന്റെ പേര് ചാങ്താങി ആട് എന്നാണ്. ഈ ലഡാക്കിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട്, ചാങ്താങ് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. അവിടെ വളരുന്ന ആടുകളാണ് ചാങ്താങി ആട് എന്ന് പറയുന്നത്. ഈ ചാങ്താങി ആടുകളുടെ പ്രത്യേകത, അവയ്ക്ക് അപാരമായ ശേഷി ഈ കൊടും തണുപ്പിനെ അതിജീവിക്കാനുണ്ട് എന്നതാണ്. അതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ടുകൂടിയാണ് ആ കർഷകർ അതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രത്യേകത ഇതാണ്: ഈ തണുപ്പ് കാലമായി വരുമ്പോൾ നമ്മൾ ജാക്കറ്റിനുള്ളിൽ ഒതുങ്ങുന്നത് പോലെ, ജാക്കറ്റ് നമുക്ക് ആവശ്യമായി വരുന്നത് പോലെ അവയുടെ ശരീരത്തിൽ ഒരു പുതിയ രോമങ്ങൾ ഇങ്ങനെ വളർന്നു വരും. സാധാരണ രോമങ്ങൾക്ക് പുറമെയുള്ള രോമങ്ങളാണ് ഈ തണുപ്പ് കാലത്ത് വളർന്നു വരുന്നത്. തണുപ്പ് കൂടുന്നതിനനുസരിച്ച് നമ്മൾക്ക് ജാക്കറ്റ് മാറ്റിയിടേണ്ടി വരുന്നത് പോലെ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഒരു 10 ഡിഗ്രി താപനിലയിൽ ധരിക്കുന്ന ജാക്കറ്റ് ആയിരിക്കില്ല ഒരു പക്ഷേ 0 ഡിഗ്രിയിൽ ധരിക്കേണ്ടത്. അങ്ങനെ അതിനനുസരിച്ച് തന്നെ ഇനിയിപ്പോ ഒരു -15 ഡിഗ്രിയിൽ ധരിക്കേണ്ട ഇത് ഒരിക്കലും 0 ഡിഗ്രിയിൽ ധരിക്കുന്ന ജാക്കറ്റ് ആകാൻ പാടില്ല. കാരണം തണുപ്പ് അത്രയും കൂടിയിട്ടുണ്ടാകും. അങ്ങനെ തണുപ്പ് കൂടുന്നതിനനുസരിച്ച് ഈ ആടുകളുടെ രോമങ്ങളുടെ വളർച്ച ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആ കാലയളവിൽ കർഷകർ ഈ ആടുകളുമായി മലമുകളിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും, ഈ രോമങ്ങൾ കൂടുതൽ വളർന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ മഞ്ഞുമലകളിലേക്ക് ഈ കർഷകർ ഈ ആടുകളുമായി ഇങ്ങനെ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കും.
തണുപ്പ് കാലം അവസാനിക്കുന്നതോടെ അവർ ഈ ആടുകളുമായി തിരികെ ഗ്രാമത്തിലേക്ക് ഇറങ്ങും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരുപാട് രോമങ്ങൾ അവയുടെ ശരീരത്തിലുണ്ടാകും. ഈ രോമങ്ങളെല്ലാം ശേഖരിച്ച് ആഹ് കാരണം തണുപ്പ് അവസാനിക്കുന്നതോടുകൂടെ ഈ പുതിയ രോമങ്ങൾ ഈ ആടുകൾക്ക് ആവശ്യമില്ലാതായി തീരും. അതുകൊണ്ട് തന്നെ ഈ രോമങ്ങളെല്ലാം ശേഖരിച്ച് ആഹ് അതുകൊണ്ട് നിർമ്മിക്കുന്ന ഷാളുകളാണ് കാശ്മീരിലെ പശ്മീന ഷാളുകൾ എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കൂ. ആഹ് ഒരു ഷാളിന് മാത്രം 2-3 ലക്ഷം, 10 ലക്ഷം വരെയൊക്കെയുള്ള ഷാളുകൾ ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. അതിന്റെ നിർമ്മാണവും നേരിൽ കണ്ടിട്ടുണ്ട്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. തണുപ്പിനെ അതിജീവിക്കാൻ പറ്റുന്ന അത്രയും ഗംഭീരമായൊരു ഷോളാണ് എന്നതാണ്. ആലോചിച്ച് നോക്ക്, നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളുടെ ഏറ്റവും സമ്പന്നമായ ഒരു അധ്യായം പശ്മിനയുടേതാണ് എന്ന് ഞാൻ തീർച്ചയായും പറയും. ഹിമാചൽ പ്രദേശിലേക്ക് വന്നാല് ഹിമാചൽ പ്രദേശിൽ ഒരു ചക്കി ചക്കി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മില്ലിനാണ് പറയാ. നമ്മൾ ചക്ക് എന്ന് പറയാറില്ലേ, അതുപോലെ ഇവിടെ ചക്കി എന്നാണ് പറയുന്നത്. ഏഹ് ഈ ചക്കിയുടെ പ്രത്യേകത, ഇത് പ്രവർത്തിക്കുന്നത് ഇലക്ട്രിസിറ്റിയിലല്ല, പകരം വെള്ളത്തിൽ പ്രവർത്തിക്കുന്ന പിന്നെ മില്ലാണ് ഇത്. പൊതുവെ പഴയ കാലത്തൊക്കെ ഇലക്ട്രിസിറ്റിയുടെ ലഭ്യത ഈ പ്രദേശങ്ങളിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഗ്രാമീണർ അത് ഇപ്പോഴും തുടർന്നു വരുന്നു എന്നതാണ്. അങ്ങനെ ആരംഭിച്ചതാണ്. ഒഴുകുന്ന വെള്ളത്തില്, നദിയിലൊക്കെയുള്ള വെള്ളം അത് മറ്റൊരിടത്തേക്ക് ഒഴുക്കി വിട്ട് അതിന്റെ ശക്തി കൊണ്ട് 24 മണിക്കൂറും ഈ മില്ല് ഇങ്ങനെ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതൊരു പക്ഷെ നിങ്ങൾ എല്ലാ വീഡിയോയിലും ഒരു പക്ഷെ കണ്ടിട്ടുണ്ടാകണം. പക്ഷെ അതിൽ കാണാത്ത ചില കാര്യമുള്ളത്, ഈ മില്ല് പ്രവർത്തിക്കുന്നതിന്, അവിടെ പ്രവർത്തിപ്പിക്കുന്നതിന് അവിടെ പ്രത്യേകം ആളുകൾ ഉണ്ടാകില്ല എന്നതാണ്. പകരം അത് അതിന്റെ ഉടമസ്ഥൻ അത് അവിടെ തയ്യാറാക്കി, അത് അങ്ങനെ അവിടെ വെച്ച് അങ്ങനെ ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കി അദ്ദേഹം വീട്ടിലേക്ക് പോയി. 24 മണിക്കൂറും ഈ വെള്ളത്തിന്റെ ശക്തിയിൽ ഈ മില്ലിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അടുത്തുള്ള ധാന്യം നമ്മൾ പോയി അതിൽ പൊടിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ അവിടെ മുൻകൈ എടുത്ത് നമ്മുടെ ഗോതമ്പ് അവിടെ കൊണ്ടുവന്നിട്ട് അതിങ്ങനെ പൊടിപ്പിച്ചതിന് ശേഷം നമ്മൾ ശേഖരിച്ച് കൊണ്ടുപോകുക എന്നതാണ് അവിടുത്തെ ഒരു രീതി. പക്ഷെ പോകുന്നതിന് മുൻപ് അവിടെ അത് തയ്യാറാക്കി വെച്ച ഉടമസ്ഥന് വേണ്ടി ഒരു അല്പം ഗോതമ്പ് അവിടെ മാറ്റി വെക്കണം എന്നതാണ് അവിടുത്തെ റൂള്. അത് എത്ര വിശ്വസ്തയോടെയും പിന്നെ എന്താണ് മനോഹരവുമായാണ് ആളുകൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് ഞാൻ അവിടുന്ന് നേരിൽ കണ്ടു. മാസാവസാനം ഈ ഉടമസ്ഥൻ വന്ന് തനിക്ക് കിട്ടിയ ഗോതമ്പ് ശേഖരിച്ച് അദ്ദേഹം വീട്ടിലേക്ക് പോവാണ്. ഇതാണ് ഹിമാചൽ പ്രദേശിൽ ഞാൻ കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ച എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ട്രസ്റ്റ് ഷോപ്പുകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയും വിവിധയിടങ്ങളിൽ അത്തരം ഷോപ്പുകളൊക്കെ വരികയും ചെയ്യുന്നുണ്ട്. കാരണം ഒരു ഷോപ്പിന് പ്രത്യേകം അത് നിയന്ത്രിക്കാനോ നോക്കാനോ ആളുണ്ടാകില്ല. പകരം അങ്ങനെ ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കി വെച്ച് അദ്ദേഹം പോയിട്ടുണ്ടാകണം. എന്നിട്ട് നമ്മൾ അവിടെ പോയി ആ സാധനങ്ങൾ വാങ്ങി അതിന് തുല്യമായ സംഖ്യ അവിടെ നിക്ഷേപിച്ച് കടന്നു പോകുന്നു എന്നത്, അങ്ങനത്തെ ട്രസ്റ്റ് ഷോപ്പുകൾ ഇപ്പോൾ പല സിറ്റികളിലും ഒക്കെ വ്യാപകമായി വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുൻപ് ഈ മനുഷ്യർ അവരുടെ ഗ്രാമങ്ങളിൽ ട്രസ്റ്റ് ഷോപ്പുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വൈവിധ്യപൂർണമായ, നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും രസകരമായ മനോഹരമായ കാഴ്ചകളിലൊന്ന്. ഇനി ഞാനൊരു കഥ പറയാനിരിക്കുകയാണ്. അത് രാജസ്ഥാനിലേതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ അങ്ങോട്ട് പോയത്. 1 വർഷം മുൻപ് ഞാൻ ആ കാഴ്ച കാണാൻ വേണ്ടി അങ്ങോട്ട് ടിക്കറ്റ് എടുക്കുകയും യാത്ര പ്ലാൻ ചെയ്യുകയും അവിടെയുള്ള സുഹൃത്തുക്കളുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്ത് അവിടെ എത്തിയാൽ താമസിക്കേണ്ട മുറികളടക്കം ബുക്ക് ചെയ്ത് നിൽക്കുമ്പോഴാണ് അന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചില സംഘർഷങ്ങൾ ഉടലെടുക്കുകയും ജയ്സാൽമീറിലെ ഈ അതിർത്തി പ്രദേശങ്ങൾ പൂർണ്ണമായും അടക്കുകയും ചെയ്തത്. അന്ന് ഉപേക്ഷിച്ച യാത്ര കഴിഞ്ഞ ആഴ്ചയാണ് എനിക്ക് തരപ്പെട്ടത്. അന്ന് നിരന്തര പരിശ്രമങ്ങൾക്കൊടുവിലാണ് ആ അതിർത്തി എനിക്ക് മുന്നിൽ തുറക്കപ്പെട്ടത്. അതിർത്തി ഗ്രാമമാണ്, അങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരുന്നില്ല. പലരെയും ബന്ധപ്പെട്ട് പ്രത്യേക അനുമതി വാങ്ങിയാണ് ഞാൻ അങ്ങോട്ട് എത്തിച്ചേർന്നത്. ആ ഗ്രാമത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മരുഭൂമിയാണ്. മരുഭൂമിയിലേക്ക്
ഏകദേശം 1 മണിക്കൂർ സമയം സഞ്ചരിച്ചാൽ മാത്രമാണ് ആ ഗ്രാമത്തിൽ എത്തിച്ചേരുക. ഞങ്ങളുടെ വാഹനത്തിലെ ടയറിൽ നിന്ന് അതിന്റെ എയറൊക്കെ ഒഴിച്ച് ഭാഗികമായി ഒഴിച്ച് അങ്ങനെയൊക്കെയാണ് അത് പിന്നെ ആ ഗ്രാമത്തിൽ എത്തിച്ചേർന്നത്. അവിടെയുള്ളത് ഒരു കിണർ കാണാനാണ് ഇപ്പൊ ഞാൻ പോയത്. ആ കിണറിന്റെ പ്രത്യേകത, ഏകദേശം 2 കിണറുകളുണ്ട്. അതിലൊരു കിണർ 200 അടി താഴ്ചയുള്ള കിണറാണ്. മരുഭൂമിയിലാണ് കിണറുള്ളത്. 200 അടി താഴ്ചയാണ് ഈ കിണറിന്റെ ആഴം. അതുപോലെ മറ്റൊരു കിണർ 350 അടിയാണ് ആ കിണറിന്റെ ആഴം. 2 അടി മാത്രമാണ് അതിന്റെ വീതിയുള്ളത്. എങ്ങനെയാണത് കുഴിച്ചത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ, ഞങ്ങളല്ല കുഴിച്ചത്, ഏകദേശം 300 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ പൂർവികരാണ് കുഴിച്ചു വെച്ച് അവര് പോയത് എന്നാണ് എനിക്ക് മറുപടി കിട്ടിയത്. എനിക്ക് അതിന്റെ യഥാർത്ഥ വശം ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഈ 350 അടി താഴ്ചയുള്ള അല്ലെങ്കിൽ 200 അടി താഴ്ചയുള്ള ഈ കിണറിൽ നിന്നും വെള്ളം ശേഖരിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. കാരണം ഒരു കോരലിൽ തന്നെ അത്യാവശ്യം വെള്ളം കിട്ടിയാൽ മാത്രമേ ഇതിന്റെ ഈ അധ്വാനം ഫലവത്താകുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത്ര താഴ്ചയിൽ നിന്നൊരു തൊട്ടിയും കിണറും തൊട്ടിയും പിന്നെ കയറും ഉപയോഗിച്ച് കോരിയെടുക്കുക മനുഷ്യന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അവിടെ കോരുന്ന ജോലി ഏറ്റെടുത്തിരിക്കുന്നത് ഒട്ടകങ്ങളാണ്. ഈ തൊട്ടി അതിലേക്ക് താഴേക്കിട്ട് ഈ കയറ് ഒരു 2 ഒട്ടകങ്ങളുടെ പിറകിൽ ബന്ധിപ്പിച്ച് ഈ ഒട്ടകങ്ങളെ മുന്നോട്ട് തെളിച്ച് ആ ഒട്ടകങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ ഈ തൊട്ടി ഇങ്ങനെ പൊന്തി വരും. അവിടെ നിന്ന് പിന്നെ ആ വെള്ളം അവരുടെ പിന്നെ ടാങ്കുകളിലേക്ക് ശേഖരിച്ച് ഒട്ടകത്തെ വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും അതേപോലെ പിറകിൽ ഈ കയറ് ബന്ധിപ്പിച്ച് അങ്ങനെ വീണ്ടും മുന്നോട്ട് നയിച്ച് അങ്ങനെയുള്ള ഒരു കിണറ് ജയ്സാൽമീറിൽ പലയിടങ്ങളിലും ഉണ്ട്. പക്ഷെ ഇന്നും ഈ പ്രവർത്തിക്കുന്ന ഭംഗിയിൽ പ്രവർത്തിക്കുന്ന 2 കിണറുകൾ മാത്രമേ ജയ്സാൽമീറിലുള്ളൂ. അതുപോലെ ഇന്ത്യയിലും ആകെ ആ 2 കിണറുകൾ മാത്രമേ ഉള്ളൂ. അത് കാണാൻ വേണ്ടിയാണ് പോയത്. എത്ര മനോഹരമായ കാഴ്ചയാണ് എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഗ്രാമങ്ങളിൽ പ്രദേശങ്ങളിലൊക്കെ ഇത്തരം മനോഹരമായ കാഴ്ചയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നി റഅയ്തു വുഖൂഫൽ മാഇ യുഫ്സിദുഹു ഇൻ സാഹ താബ വ ഇല്ലം യജ്രി ലം യത്ബി. നിങ്ങൾ നിരന്തരം യാത്രകൾ ചെയ്യുക. കാരണം യാത്രകൾ ചെയ്യുന്നവർ ഒഴുകുന്ന വെള്ളം പോലെയാണ്. നമ്മൾ എപ്പോഴും പുതിയ കാഴ്ചകൾ കാണുകയും വിവിധ സംസ്കാരങ്ങളെ കാണുകയും മനസ്സിലാക്കാൻ സാധിക്കുകയും അവരെ ഉൾക്കൊള്ളാനും ബഹുമാനിക്കാനുമുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിന് സ്വാഭാവികമായും ഉണ്ടാകുകയും ചെയ്യും. ഞാൻ ഈ അടുത്താണ് ഗുജറാത്തിലെ ഒരു ഗ്രാമത്തിൽ ഞാൻ പോയിരുന്നു. അതിന്റെ കഥ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഗുജറാത്തിലെ ഗ്രാമത്തിൽ പോയപ്പോൾ അവിടെ ഒരാൾ എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം തന്റെ കൃഷിയിടത്തിൽ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നതല്ലാതെ ഒന്നും കഴിക്കില്ല എന്നാണ്. അതൊരു വൈവിധ്യമുള്ളൊരു സ്റ്റോറിയായി തോന്നി. അദ്ദേഹത്തെ കാണണമെന്ന് തോന്നി. അദ്ദേഹത്തിന് ഞാൻ കാണാൻ പോയി. അദ്ദേഹത്തിന്റെ പേര് ധനജി എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രത്യേകത ഇതാണ്, അദ്ദേഹം സ്വന്തം കൃഷിയിടത്തിൽ വിളവെടുക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ മാത്രമേ അദ്ദേഹം കഴിക്കുകയുള്ളൂ. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അങ്ങനെ ഞാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ അന്ന് എനിക്ക് തോന്നുന്നത് 25-ലേറെ വിഭവങ്ങൾ ആ കാലയളവിൽ മാത്രം കൃഷി ചെയ്യുന്നുണ്ട്. ഗോതമ്പ് മുതൽ അരിയുണ്ട്, അതുപോലെ വിവിധ പയറുകളുണ്ട്, കടല ഉണ്ട്. കടലയൊക്കെ ഞാൻ അന്നാണ് ആദ്യമായി കാണുന്നത്, കടലയുടെ കൃഷിയൊക്കെ. നിലക്കടലയുണ്ട്, അതുപോലെ പട്ടാണി കടല, അങ്ങനെയുള്ള കടല, അങ്ങനെ എല്ലാ തരം കടലകളും വിവിധ ധാന്യങ്ങളും ഒക്കെയുള്ള മനോഹരമായ ഒരു കൃഷിയിടം. വളരെ ചെറിയൊരു കൃഷിയിടം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ, പക്ഷെ അവിടെ എല്ലാത്തരം കൃഷിയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടാക്കിയ ഒരു പജിയ ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് രസകരമായി പറഞ്ഞു, നിങ്ങൾ ഈ പജിയയുടെ കൂടെ ഒരു ഉള്ളി കൂടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ നല്ല ഉള്ളിയാകണം, ഒരു അധികം മൂക്കാത്ത, വിളവ് അധികം എത്താത്ത ഉള്ളിയാകണം, അത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം. അദ്ദേഹം തന്റെ കൃഷിയിടത്തിൽ പോയി അധികം മൂക്കാത്ത ഒരു ഉള്ളി എടുത്ത് കൊണ്ടുവന്ന് 4 കഷ്ണങ്ങളാക്കി
അതിൽ നിന്ന് ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകം രുചിയൊന്നും തോന്നിയില്ല എന്നതാണ് സത്യം. പക്ഷെ അദ്ദേഹം എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, എല്ലാവരും പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടി തന്നത്, പക്ഷേ ഞാൻ ഇന്ന് വരെ ഇത് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ കഴിക്കാത്തത്? അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അദ്ദേഹം പറയുന്നത്, ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ്, ഒരു സ്വാമി നാരായൺ ഭക്തനാണ്, ഞങ്ങൾക്ക് ഈ ഉള്ളി കഴിക്കുന്നതിൽ ചില വിലക്കുകളുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചത് അതല്ല. ഞാൻ ആലോചിച്ചത്, ഞാൻ ജീവിതത്തിൽ ആദ്യമായാണ് ഹിന്ദു മത വിശ്വാസികളിൽ ഉള്ളി കഴിക്കാൻ വിലക്കുള്ള മനുഷ്യരുണ്ട് എന്നറിഞ്ഞത്. ഞാൻ പിന്നെ എൻ്റെ വേറെ സുഹൃത്തുക്കളോട് അന്വേഷിച്ച് അത് ഉറപ്പുവരുത്തുകയും ചെയ്തു. ജൈനമത വിശ്വാസികളുടെ അവരുടെ വിശ്വാസപ്രകാരം മണ്ണിനടിയിൽ മണ്ണിനടിയിൽ വിളയുന്ന വിഭവങ്ങൾ കഴിക്കാൻ പാടില്ല എന്നാണ്. മണ്ണിനടിയിൽ വിളയുന്ന വിഭവങ്ങളൊന്നും ജൈനമത വിശ്വാസികൾക്ക് കഴിക്കാൻ പാടില്ല. അത് നേരത്തെ അറിയാം. പക്ഷേ ഈ ഹിന്ദുമത വിശ്വാസികളിൽ കൂടി ഇങ്ങനെ ഇതിന് സമാനമായ വിശ്വാസമുണ്ട് എന്ന് ഞാൻ അന്നാണ് ആദ്യമായി അറിയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ കഴിക്കില്ല, എനിക്ക് കഴിക്കാൻ വിലക്കുണ്ട്. പക്ഷെ ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന് കഴിക്കാൻ വിലക്കുള്ള ഒരു വിഭവം മറ്റൊരാളെ കഴിപ്പിക്കുന്നതിന് അദ്ദേഹം അശേഷം മടി കാണിച്ചില്ല എന്നത് എത്ര മനോഹരമായാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇത്തരം ഗ്രാമങ്ങളിലെ ഈ ആത്മാവ് തൊട്ടറിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ഈ കാര്യമാണ്. പരസ്പരം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വർത്തിക്കുക, ആ, നല്ല രീതിയിൽ ജീവിക്കുക എന്നാണ്. അങ്ങനെയുള്ള കുറെ മനുഷ്യരെ എനിക്ക് നേരിൽ കാണാൻ പറ്റി എന്നതൊരു അനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. അപ്പോൾ തീർച്ചയായും യാത്ര, ഞാൻ ഇത് പറയുമ്പോഴാണ് എല്ലാവരും മനസ്സിലാക്കുക, വലിയ യാത്രകൾ ഇനി മുതൽ ഉത്തരേന്ത്യയിലേക്ക് ഒരു യാത്ര പോകണം. എൻ്റെ ജോലി ഇവിടെ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെയുള്ള യാത്രകൾ കൂടുതൽ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ആകണമെന്നില്ല. നമ്മൾ ചെറിയ യാത്രകളാണെങ്കിൽ പോലും അത് നമുക്ക് നൽകുന്ന ആശ്വാസവും സന്തോഷവും വളരെ വലുതായിരിക്കും. മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും അവരെ മനസ്സിലാക്കാനും ലോകം ഇത്ര വിശാലമാണെന്ന് ബോധ്യപ്പെടാനും അതനുസരിച്ച് നമ്മുടെ മാനസിക വികാസത്തിനും ഈ യാത്രകൾ ഉപകാരപ്പെടുമെന്നതിൽ തർക്കമില്ല. അത് വളരെ ചെറിയ യാത്രകളാണെങ്കിലും നമ്മുടെ നാട്ടിലെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്നതിന് മുൻപ് എവിടെയെങ്കിലും പോയി ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ യാത്ര നടത്തുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച ദിവസം കുടുംബത്തോടൊപ്പം ചെയ്യുന്ന യാത്രയാണെങ്കിൽ പോലും ഈ ഫലം ചെയ്യും എന്നാണ് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ കഥകൾ തുടങ്ങിയത്, യാത്രകളൊക്കെ ആരംഭിച്ച് പിന്നീട് ഒരു 3 വർഷം കഴിഞ്ഞാണ്. ഇബ്നു ബത്തൂത്ത ഈ ലോകം കണ്ട ഏറ്റവും വലിയ സാഹസിക സഞ്ചാരികളിൽ ഒരാളാണ്. അദ്ദേഹം തന്റെ യാത്രകൾ ആരംഭിച്ചത് 21-ാമത്തെ വയസ്സിലാണ്. 21-ാമത്തെ വയസ്സിൽ 1300-കളിൽ ആലോചിച്ച് നോക്കണം. 1300-കളിൽ അദ്ദേഹം യാത്രകൾ ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ജന്മനാടായ മൊറോക്കോയിലെ ടാഞ്ചീറിൽ നിന്നാണ്. അദ്ദേഹം അന്നത്തെ വയസ്സ് 21 അദ്ദേഹം ഹജ്ജ് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടതാണ്. ഇതൊരു ഹജ്ജ് കാലയളവ് കൂടിയാണല്ലോ. 21-ാമത്തെ വയസ്സിൽ ഹജ്ജ് ചെയ്യാൻ പുറപ്പെട്ട മനുഷ്യൻ പിന്നീട് തന്റെ നാട്ടിൽ തിരിച്ചെത്തുന്നത് 31 വർഷങ്ങൾക്ക് ശേഷം തന്റെ 52-ാമത്തെ വയസ്സിലാണ്. 50-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം തിരിച്ചെത്തുന്നത്. ആലോചിച്ച് നോക്കൂ, ഒരു യാത്ര ചെയ്യുന്ന മനുഷ്യൻ അദ്ദേഹം തന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത്, യാത്രകൾ എന്നത് വെറും യാത്രകൾ മാത്രമല്ല, അതൊരു ലക്ഷ്യമുള്ള പ്രവർത്തനങ്ങൾ കൂടിയാണ് എന്നതാണ്. അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം കഥ പറഞ്ഞു തുടങ്ങിയത്, അദ്ദേഹത്തിന്റെ കഥകൾ രേഖപ്പെടുത്തപ്പെട്ടത് 30 വർഷങ്ങൾക്ക് ശേഷം തന്റെ നാട്ടിൽ തിരിച്ചെത്തിയപ്പോ അന്ന് അവിടം ഭരിച്ചിരുന്ന രാജാവ് നിങ്ങൾ യാത്ര ചെയ്ത കഥകൾ വരും തലമുറക്ക് ഉപകാരപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രചയിതാവിനെ അദ്ദേഹത്തിന് തരപ്പെടുത്തി കൊടുക്കുകയും ഒരു എഴുത്തുകാരനെ തരപ്പെടുത്തി കൊടുക്കുകയും അദ്ദേഹം പറഞ്ഞ കഥകൾ കേട്ടെഴുതുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ ഗംഭീരമായ യാത്രകൾ നമുക്ക് റിഹലത്തു ഇബ്നു ബത്തൂത്ത, ദ ട്രാവലോഗ് ഓഫ് ഇബ്നു ബത്തൂത്ത എന്ന പുസ്തകത്തിൽ വായിക്കാൻ ഇടയാക്കിയത്.
അദ്ദേഹം കേരളത്തിൽ വന്നിട്ടുണ്ട്, അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ഡൽഹിയിൽ അദ്ദേഹം 8 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അന്ന് ഡൽഹി ഭരിച്ചിരുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ന്യായാധിപനായി 8 വർഷം അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. ചില കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം ജയിലിൽ അടക്കപ്പെടുകയും പിന്നീട് അദ്ദേഹത്തിന് ഒരു ദൗത്യം എന്നോണം ചൈനയിലെ രാജാക്കന്മാരെ കാണാൻ വേണ്ടി പറഞ്ഞയക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കോഴിക്കോട് എത്തിച്ചേരുന്നതും നമ്മുടെ കേരളത്തിൽ കാലുകുത്തുന്നതും എന്നതാണ് ചരിത്രം. അക്കാലയളവിൽ നമ്മൾ ഇന്ന് ചൈനയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ വരണം. ഡൽഹിയിൽ നിന്നാണ് നേരിട്ടുള്ള ഫ്ലൈറ്റുകൾ പലപ്പോഴും ചൈനയിലേക്കും മറ്റു പ്രധാന ഇടങ്ങളിലേക്കും ഒക്കെ ഉള്ളത്. അക്കാലയളവിൽ നമ്മുടെ നാട് കോഴിക്കോട് എന്ന് പറയുന്നത് ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു, ഒരു തുറമുഖ നഗരമായിരുന്നു. അതുകൊണ്ട് തന്നെ വിവിധ ഇടങ്ങളിലേക്ക്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കപ്പലുകൾ നമ്മുടെ നാട്ടിലാണ് ഉണ്ടായിരുന്നത്. ആ കാരണം കൊണ്ടാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ആജ്ഞപ്രകാരം അദ്ദേഹം ചൈനയിലേക്കുള്ള യാത്ര പ്ലാൻ ചെയ്യുകയും അതിനുവേണ്ടി കോഴിക്കോട് തുറമുഖത്ത് നിന്നും കപ്പൽ കിട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം നമ്മുടെ കോഴിക്കോട് എത്തിച്ചേരുന്നതും. അന്ന് അത്രമേൽ വലിയ വ്യാപാര കേന്ദ്രമായിരുന്നു നമ്മുടെ കോഴിക്കോട് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ കഥകൾ പറഞ്ഞത് തന്റെ 30 വർഷത്തെ മൗനങ്ങൾക്ക് ശേഷമാണ്. അദ്ദേഹം നിരന്തരം കണ്ട യാത്രകളുടെ ഒടുവിലാണ് അദ്ദേഹം ഈ കഥകളിലേക്കൊക്കെ എത്തിയത്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായൊരു വാചകം ഇതാണ്: യാത്രകൾ നിങ്ങളെ ആദ്യം ഒരു മൗനിയാക്കും, പിന്നീട് ഒരു കഥ പറച്ചിലുകാരനാക്കും എന്നാണ്. ട്രാവലിംഗ് ഇറ്റ് ലീവ്സ് യു സ്പീച്ച്ലെസ്, ദെൻ ടേൺസ് യു ഇൻ ടു എ സ്റ്റോറി ടെല്ലർ. നമ്മളെല്ലാവരും ചെറിയ യാത്രകളാണെങ്കിലും വലിയ യാത്രകളാണെങ്കിലും നമ്മൾ അവിടെ നിന്നുള്ള അനുഭവങ്ങൾ മനസ്സിലാണ് സംഭരിച്ചു വെക്കുക. ആ സംഭരിച്ചു വെക്കുന്ന കഥകൾ പലപ്പോഴും നമ്മൾ അതെ അതെ ഇത് പറയുന്നത് മാട്ടൂൽ എന്ന പേര്, കണ്ണൂരിലെ മാട്ടൂൽ എന്ന പേര് അങ്ങനെയാണ് വന്നത്. മാത്തൂൽ എന്നായിരുന്നു ആ പേര് എന്നാണ് ചരിത്രം. അപ്പൊ നമ്മൾ വിവിധ ചെറുതും വലുതുമായ യാത്രകൾ തരപ്പെടുമ്പോൾ അത് തീർച്ചയായും ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് നമ്മുടെ മനസ്സിനൊരു വികാസം സ്വാഭാവികമായും കൈവരും. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് വലിയ ഉപകാരങ്ങൾ ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായ കവിത ഞാൻ ഇന്നത്തെ പ്രഭാതത്തിൽ നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. ഇന്നി റഅയ്തു വുഖൂഫൽ മാഇ യുഫ്സിദുഹു ഇൻ സാഹ താബ വ ഇല്ലം യജ്രി ലം യത്ബി. സന്തോഷം. താങ്ക് യു സോ മച്ച്. സർ, നമുക്കൊരു 2 മിനിറ്റും കൂടിയുണ്ട്. ആർക്കെങ്കിലും പാർട്ടിസിപ്പൻസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സാറോട് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. വൈൻഡപ്പ് ചെയ്തോളൂ സീന. നമുക്ക് ഓക്കെ ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ വരുമല്ലോ. സാറിനെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഫീഡ്ബാക്കും ക്വസ്റ്റ്യൻ ആൻസർ സെഷനും ഒക്കെ നമുക്ക് അതിൽ കൊണ്ടുപോവാം. ഓക്കെ താങ്ക് യു സർ. യാത്രകൾ ചിലപ്പോൾ ദൂരങ്ങൾ അളക്കാനല്ല, മനുഷ്യരുടെ ഹൃദയമടിപ്പുകൾ കേൾക്കാനാണ്. ഇന്ന് നാം ഒരു പ്രഭാഷണമല്ല കേട്ടത്, പകരം ഒരു ദേശത്തിന്റെ ശ്വാസമാണ് കേട്ടത്. പുസ്തകങ്ങളുടെ പേജുകളിൽ പോലും പതിയാത്ത, മാപ്പുകളുടെ അരികിൽ മറിഞ്ഞു നിൽക്കുന്ന ഗ്രാമങ്ങളുടെ നിശബ്ദ കഥകൾ. അതെ, നമുക്ക് മുന്നിൽ സർ തുറന്നു വെച്ചത് ഒരു മനോഹരമായ യാത്രയായിരുന്നു. രാജസ്ഥാനിലെ മണൽ വീശുന്ന പാതകളിൽ നിന്നും കാശ്മീരിന്റെ മഞ്ഞു തണുത്ത താഴ്വരയിലേക്കും. ചക്കി എന്ന ഒരു പ്രയോഗം സർ ഇടയിൽ പറഞ്ഞു. ഹിമാചൽ പ്രദേശിലുള്ള ആ ഒരു സംഭവം എല്ലാം ആരും അധികം കാണാത്തതും കേൾക്കാത്തതുമായ ഗ്രാമങ്ങളുടെ സ്പന്ദനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എത്തിച്ച PT മുഹമ്മദ് സർ. കഥ പറയാം എന്ന് തുടങ്ങുന്ന ഉസ്താദിന് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും നന്ദി പറയുകയാണ്. ചാങ്താങ് ആടുകളുടെ അതിജീവന കഥ പറയുമ്പോൾ പ്രകൃതിയോടൊപ്പം ജീവിക്കാൻ പഠിച്ച മനുഷ്യന്റെ സഹനവും ജ്ഞാനവുമാണ് നമുക്ക് മനസ്സിലായത്. ദാൽ തടാകത്തിലെ പച്ചക്കറി കച്ചവടത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ജലത്തിന്റെ മേൽപ്പോലും സ്വപ്നങ്ങൾ കൃഷി ചെയ്യുന്ന ജനങ്ങളുടെ അധ്വാന കഥ അതും നമ്മൾ അനുഭവിച്ചു.
ഉസ്താദിന്റെ കഥകൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണ് ഞാൻ. അത്തറിന്റെ നിർമ്മാണത്തെക്കുറിച്ചും പൂക്കളുടെ മണത്തേക്കാൾ ദീർഘായുസുള്ള പാരമ്പര്യത്തിന്റെ സൗന്ദര്യവും സുഗന്ധവും നമ്മളെ ശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുപ്പിവളയ നിർമ്മാണത്തെക്കുറിച്ച് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. കരങ്ങളിലൂടെ ജനിപ്പിക്കുന്ന സൗന്ദര്യത്തിന്റെ രഹസ്യവും നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു ഉസ്താദ്. മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ ദ സോൾ ഓഫ് ഇന്ത്യ ലിവ്സ് ഇൻ ഇറ്റ്സ് വില്ലേജ്. അതെ, അതിന്റെ സത്യവും നമ്മളെ അനുഭവിപ്പിച്ചു. പ്രിയ സർ, നിങ്ങൾ കഥകൾ പറഞ്ഞില്ല, പകരം നമ്മളെ അതിലൂടെ യാത്രകൾ ചെയ്യിക്കുകയാണ് ചെയ്തേക്കുന്നത്. കാണാത്ത ഇന്ത്യയെ നമുക്ക് കാണിച്ചു തന്നു, കേൾക്കാത്ത മനുഷ്യകഥകൾ കേൾപ്പിച്ചു. ഈ മനോഹരമായ അനുഭവത്തിനും ഹൃദയം തൊടുന്ന അവതരണത്തിനും തീരരുതേ തീരരുതേ എന്ന ഒരു തോന്നൽ ജനിപ്പിച്ചതിനും ഓർമ്മകളിൽ നീണ്ടു നിൽക്കുന്ന ഈ യാത്രയ്ക്കും ഞങ്ങളുടെ ഡിവിഷന്റെ സ്നേഹപൂർവവും ആദരപൂർവമായ നന്ദി അറിയിക്കുകയാണ്. പരിപാടിയുടെ വിജയത്തിനായി പ്രവർത്തിച്ച പ്രോഗ്രാം ഡയറക്ടർ നൂസിയ മാം, എൻ്റെ കൂടെ ടീം ഇൻചാർജ് ആയിട്ടുള്ള നസീബ ടീച്ചർ, ബാക്കിയുള്ള ടീം ഇൻചാർജസ്, ശ്രദ്ധയോടെ പങ്കുചേർന്ന എല്ലാ പങ്കാളികൾക്കും ശ്രോതാക്കൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ യാത്രകൾ തുടരട്ടെ. താങ്ക് യു സോ മച്ച്. Thank you.